ഹേ, ഒരു ദിവസം ഇൻസ്റ്റയിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ആഡ് വന്നു. മറൈൻ ഡ്രൈവിൽ വെച്ചിട്ടൊരു വോക്കത്തോൺ നടക്കാൻ പോകുന്നു. കണ്ണുകൂട്ടി ഞങ്ങൾ അങ്ങ് രജിസ്റ്റർ ചെയ്തു. എന്താ വെച്ചാൽ കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കുക എന്നുള്ളൊരു ശ്രമത്തിലാണ്. സാധാരണ ഞങ്ങൾ 3 കിലോമീറ്റേഴ്സ് ആണ് നടക്കല്. ഇത് 5 കിലോമീറ്റേഴ്സ് വാക്കാണ്. അപ്പൊ ഞങ്ങളെ തന്നെ ഒന്ന് ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വോക്കത്തോണിന് വരുന്ന വേറെ ആളുകളെയും കാണുന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ വെന്യൂലെത്തി. ഇവിടെ ആളുകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായി. ഏകദേശം 6 മണി ആയപ്പോഴേക്കും ഗ്രൗണ്ട് നിറഞ്ഞിട്ടുണ്ടായി. 5000-ഓളം പേര് പങ്കെടുക്കുന്ന ഒരു ഇവന്റാണിത്. ഇനീഷ്യലി ഒരു വാർമിംഗ് അപ്പിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് വോക്കൽ സെഷൻ ഉണ്ടായി. അതോടുകൂടി എല്ലാവരും ഓണായി. അങ്ങനെ ഫ്ലാഗ് ഓഫ് സെറിമണി കഴിഞ്ഞ് ഞങ്ങൾ ഇതാ സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള ഒരു ബീവി നിൽക്കുന്നുണ്ടായി. ഈ ഇവന്റിന് ആക്ച്വലി ഒരു കോഴ്സ് ഉണ്ട്. അതെന്താണെന്നുള്ളത് വർക്കറോ ഇന്ത്യന്റെ പേജിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേര് കുഞ്ഞു മക്കളെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് സംതിങ്. മറൈൻ ഡ്രൈവിൽ നിന്ന് ക്യൂൻസ്ലെ എൻഡ് വരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് 5 കിലോമീറ്റേഴ്സ് തികയുന്നത്. ഞങ്ങള് റിട്ടേൺ ലാപ്പ് പകുതിയായിട്ടും ഫസ്റ്റ് ലാപ്പിൽ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായി. അങ്ങനെ നടന്ന് ഓൾമോസ്റ്റ് ഒരു 1 അവറിനുള്ളിൽ ഞങ്ങൾ 5 കിലോമീറ്റർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മെഡലൊക്കെ കിട്ടി. ഭയങ്കര ഒരു അക്കംപ്ലിഷ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വോൾ ഫിസിയോന്റെ ഒരു പവലിയൻ ഉണ്ടായി. അതുകൊണ്ട് പോസ്റ്റ് വാക്ക് സ്ട്രെച്ചിങ് ഒക്കെ ഈസി ആയിട്ട് നടക്കും. ഓൾസോ അവരുടെ ഒരു ഫ്രീ കൂപ്പണും കിട്ടി. ഇവന്റിന്റെ ഭാഗമായിട്ട് ഒരു ഡീസന്റ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായി. ഇത്രയും വലിയൊരു ഇവന്റ് ഓർഗനൈസ് ചെയ്ത വോക്കറോ ഇന്ത്യ ടീമിനെയും ടൈറ്റിൽ പാർട്ണർ ആയിട്ടുള്ള വോക്കറിനെയും അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. അങ്ങനെ ഒരു സ്പോർട്സ് ഐറ്റത്തിന് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു മെഡൽ കിട്ടി. അപ്പോൾ ഓക്കെ, ബൈ.